ആലുവ റെയിൽവേ സ്റ്റേഷനിൽ യുവാവിന്റെ കയ്യിൽ നിന്നും 8 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്. RPF അതുപോലെ എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് യുവാവിന്റെ പക്കൽ നിന്നും ഈ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത്. സഹിൻ ആന്റണിയുണ്ട് നമുക്കിപ്പം വിവരങ്ങളുമായിട്ട്. സഹിൻ, പറയാം വിവരങ്ങൾ. സേതു, ഇന്ന് രാവിലെയാണ് ആലുവയിൽ ഇത്തരത്തിൽ 8 കിലോയിലധികം ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്തത്. നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ എക്സൈസും ഒപ്പം തന്നെ RPFും സംയുക്തമായി നടത്തിയ പരിശോധനയിലായിരുന്നു യുവാവിൽ നിന്നും 8 കിലോയോളം ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത്. ഇയാൾ അസമിൽ നിന്നുമാണ് വന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെരുമ്പാവൂരിൽ കഞ്ചാവ് എത്തിച്ച് സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് വിതരണം ചെയ്യാനായിരുന്നു ഇയാളുടെ പദ്ധതി എന്നുള്ളതാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. RPFിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസിന് കൈമാറാനും തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, എക്സൈസ് ഇയാളെ കഴിഞ്ഞ ഏതാനും നാളുകളായി നിരീക്ഷിച്ചു പോരുകയായിരുന്നു. ഒപ്പം തന്നെ ഷാഡോ പോലീസും നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ. അതുകൊണ്ട് തന്നെ ഇയാൾ ഇന്ന് ലഹരിമരുന്നുമായി ഇവിടെ എത്തുന്നുണ്ടെന്നുള്ള ഒരു വിവരം കൃത്യമായി തന്നെ എക്സൈസിന് ലഭിച്ചിരുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തുകയും ഈ പ്രതിയെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. ഇയാൾ ആർക്കായിരുന്നു ഈ ലഹരിമരുന്ന് വിതരണം നടത്തിയിരുന്നത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ എക്സൈസ്. ശരി സഹിൻ, ഓക്കെ. അപ്പോൾ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഇയാളെ പിടികൂടിയിരിക്കുന്നത്.